മഴയ്ക്ക് ശമനമില്ലാതായതോടെ ദുരിതപ്പെയ്ത്തിൽ ആശങ്കയിലായി കണ്ണൂരിലെ മലയോര നിവാസികൾ. വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പല പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ്. മഴ ശക്തമായ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഊർജിതമായി നടന്നുവരികയാണ്. വിശദാംശങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുന്നു. ശ്രീനി, പുതിയ വിവരങ്ങൾ. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നലെ രാത്രി പെയ്യാൻ തുടങ്ങിയ മഴയ്ക്ക് ഇതുവരെ ശമനമുണ്ടായിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇരിട്ടി, പേരാവൂർ, ഉളിക്കൽ, ആലക്കോട്, ഉദയഗിരി, ചെറുപുഴ മേഖലകളിൽ ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡുകൾ തകർന്നു, പാലത്തിന് മുകളിൽ വെള്ളം കയറി, റോഡുകളിൽ വെള്ളം കയറിയെ തുടർന്ന് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. അതുപോലെ തന്നെ ചപ്പാരപ്പടവ് ടൗൺ, തളിപ്പറമ്പ് മണ്ഡലത്തിലെ ചപ്പാരപ്പടവ് ടൗൺ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. മണത്തണയ്ക്കടുത്ത് ഒരാൾ ഒഴുക്കിൽപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ആറളം വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആറളത്തെ 2 ബ്ലോക്കുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ആലക്കോട് പഞ്ചായത്തിലെ ഫർലോങ്ങര കാപ്പിമല മേഖലയിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ചില കുടുംബങ്ങളെ കാപ്പിമല ഗവൺമെന്റ് UP സ്കൂളിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദയഗിരി പഞ്ചായത്തിലെ ചില മേഖലകളിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തുകയും അവിടെ സുരക്ഷിത സ്ഥാനത്തേക്ക് ചില ആളുകളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തീരദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളും ഒരുപോലെ ജാഗരൂകരായി ഇരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത്. വടക്കേ മലബാറിൽ മഴ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി കഴിയുന്നത്. കണ്ണൂർ, വയനാട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ബോയ്സ് ടൗണിലേക്ക് പോകുന്ന ഭാഗത്ത് ഇന്ന് രാത്രിയിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. നാളെ രാവിലെ 6 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാൽച്ചുരം മേഖലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ആ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റെഡ് അലേർട്ടാണ്. ഈ അവസരത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു ആശങ്കയിലാണ് മലയോരത്തും തീരദേശത്തും ഉള്ളവർ എന്ന് തന്നെ പറയേണ്ടി വരും. അനന്തു.